ഹായ് ഗൈസ്, ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. വേറൊന്നുമല്ല, ഗ്യാസ് കത്തിച്ചു. ചട്ടിയിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച്. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അപ്പം ചിക്കൻ്റെ പാർട്സാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ്റെ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫിലേക്ക് എടുത്ത അതേപോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഉലുവ മാത്രം എടുത്തിട്ടില്ല, മല്ലിപ്പൊടി എടുത്തിട്ടില്ല. മല്ലിപ്പൊടി ഓൾറെഡി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനൊരു 1.5 പീസ് വലിയുള്ളി കട്ട് ചെയ്തതെടുത്തു, കല്ലുപ്പ് പൊടിച്ചെടുത്തു, കറിവേപ്പില, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 2 എണ്ണം നടുകെ കീറിയെടുത്തത്, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ചട്ടിയിൽ. ഇത്രയും വേണമെങ്കിൽ ലാസ്റ്റ് വയ്ക്കാം. അപ്പം ഇങ്ങനെയാണ് ഞാൻ പാർട്സ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ബീഫോ ചിക്കനോ മട്ടനോ അങ്ങനത്തെ മീനോ ഇതൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം, പാർട്സാണ്. പാർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിവർ, അതാണ് ഏറ്റവും ഇഷ്ടം. ബാക്കിയൊക്കെ കഴിക്കും, എന്നാലും ഇതാണ് ഇഷ്ടം. പക്ഷെ വേറെ ഒന്നുണ്ട്, എൻ്റെ മോള് ഇതൊന്നും കഴിക്കൂല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവരും. അവളുള്ള ടൈമിലേ ഇതാണ് അവസ്ഥ. ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ മാത്രമേ കഴിക്കൂ, ഞാൻ മാത്രമേ ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. അവൾ സാധനത്തൊടിയേയില്ല, കഴിക്കാറില്ല. ഇനിയിപ്പോൾ മാറ്റം ഇവിടെ അങ്ങോട്ട് പോയിട്ട് മാറ്റം വന്നണോ എനിക്കറിയില്ല. ഏതായാലും ഇതുവരെ ഇവിടുന്ന് പോകുന്നവരെ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ചട്ടി ചൂടായതുകൊണ്ട് അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കട്ടെ. ഇത് മൊത്തത്തിൽ ചെയ്യുന്നവരെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യണോ? ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു, ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് അങ്ങോട്ട് പറഞ്ഞു തന്നാൽ പോരെ? ഇത് നിങ്ങളങ്ങോട്ട് ചെയ്താൽ പോരെ? ഇപ്പം എന്തൊക്കെ എടുത്തു നിങ്ങൾക്ക് കണ്ടില്ലേ? ഉള്ളി നന്നായിട്ട് വഴറ്റുക. ഉള്ളി നല്ലോണം വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് അതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതല്ലേ. അപ്പം മുൻപത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ബീഫ് വയ്ക്കുന്ന അതിൽ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിൻ്റെതും. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച കല്ലുപ്പ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുണ്ടാക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഇവിടെ 9:20 കഴിഞ്ഞേക്ക്. ഞാൻ വന്നിട്ട് ഇത്രയും സമയമായി. അതിൻ്റെ ഇടയിൽ നോമ്പ് ഇവിടുന്ന് ജോലി സ്ഥലത്ത് നിന്ന് തന്നെ തുറന്നു. ബാക്കി ഫുഡൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കഴിച്ചത്. പിന്നെ അത്താഴത്തിനുള്ള ചോറുണ്ടാക്കി. ഇനി അതിലേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ഇതും കൂടെ. പിന്നെ പപ്പടമൊക്കെ രാവിലെ എണീക്കുമ്പോഴാണ് ചെയ്യാറ്. കട്ടൻ ചായ, പപ്പടം ഇതൊക്കെ രാവിലെ എണീക്കുമ്പോൾ ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ പറഞ്ഞാൽ പുലർച്ചയ്ക്ക് 4 മണി 4:15 ആകുമ്പോൾ എണീക്കും. ആ ടൈമിൽ ആണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഉള്ളി ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നു. അത് ഉള്ളി വാടി ഒരു ഏകദേശമായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഒന്ന്
ഒരു സ്മെൽ, നല്ലൊരു മൂപ്പായ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരു കുനുകുനാവൊന്നും അരിഞ്ഞില്ല കേട്ടോ. വലിയുള്ളിയൊക്കെ ഒന്നും ടൈമില്ല, ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യ സത്യം പറയാറ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണം സൈഡാവാൻ. ബിക്കോസ് നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വന്നുകൊണ്ട്. ഇന്നലെ പിന്നെ ചെറുതായിട്ട് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി, ചെറിയൊരു കാര്യം. ഞാൻ ഉറങ്ങാൻ ലേറ്റായി. ആ ഉറക്കം കൂടെ ഇന്ന് നേരത്തെ വന്നിട്ട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചൂട്, കിച്ചണിലൊന്നും നിൽക്കാൻ വയ്യ. ഫാനിട്ടാലൊക്കെ ഓഫായി പോവുകയും ചെയ്യും, പൊടികളൊക്കെ പാറിപ്പോയി. നമ്മൾ പാവങ്ങൾ, എ സി ഇല്ലല്ലോ. സത്യത്തിൽ എനിക്ക് എ സി ഇഷ്ടമല്ല കേട്ടോ, അത് വെറുതെ പറഞ്ഞ. എ സി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല, വേഗം ജലദോഷം വരും എ സി. പിന്നെ എ സിയിലൊക്കെ നിൽക്കേണ്ടി വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നിൽക്കണം, എത്രയുള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്നതായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്നായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇന്ന് അധികം ജോലി ഒന്നും ഇല്ല, പത്തിരി രാവിലെ ഉണ്ടാക്കി വെക്കാം. അതാട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടോ, അപാര സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില അതും കൂടെ ഇട്ട്, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് തീ കുറച്ച് കുറയ്ക്കാം. നമ്മൾ പാർട്സ് ഇതൊക്കെ ഒരു 1 kg ആട്ടോ പാർട്സുള്ളത്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ കഴുത്തിൻ്റെ പീസൊക്കെ ഉണ്ട്, അത് എനിക്ക് അത്ര ഇഷ്ടമില്ല. അവർ kg കറക്റ്റ് വാങ്ങിയിട്ട് കുറേ കാര്യം അത് പോട്ടെ, എനിക്കിഷ്ടമുള്ള കഴിച്ചാൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് കുറേ നെയ്യൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ച അതൊക്കെ കഴിച്ച് സമാധാനമായിട്ട് പോയി. ഉള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടത് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നല്ല സോഫ്റ്റായ സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ബീഫ് ഉണ്ടാക്കുമ്പോഴും എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ബേസിക് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. എല്ലാം വഴറ്റിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇനി എനിക്ക് ഇതിൽ ചേഞ്ച് വരുത്താൻ ഞാൻ ഫ്രീ ആയ ടൈമിൽ ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ട്. ഒന്ന് ചെയ്ത് നോക്കണം എന്താണെന്ന്, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പലരുടെ വീഡിയോയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്, അപ്പം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം ഞാനിത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ. 3 തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്തത്. ഇങ്ങനെ
നിങ്ങളൊക്കെ പായസമൊക്കെ വെക്കുന്നത് തക്കാളി ഇടാറുണ്ടാവില്ല കേട്ടോ. ഞാനിടുന്നുണ്ട്. ഇത് നല്ലൊരു ഗ്രേവിയൊക്കെ വെള്ളം അധികം വെക്കില്ല, പറ്റിച്ച് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ അതിന് നല്ലൊരു ഗ്രേവി ഇതായി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തക്കാളിയും മസാലയൊക്കെ ചേർക്കുന്നത്. പിന്നെ തക്കാളി വേവായാലും നമ്മൾ നോക്കരുത് ഒരു സാധനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബിക്കോസ് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്ട് കണ്ടാൽ പറയില്ലേ ഇതേ മോശം. ഞാൻ വന്നപ്പോൾ കുറേ പാത്രങ്ങൾ വലിച്ചിട്ട് ഫുഡ് കഴിക്കാനൊക്കെ അത് സെറ്റാക്കി എടുത്തില്ല. അതാണ് നിങ്ങൾ കാണിക്കാത്തേ. അപ്പോൾ നമ്മൾ തക്കാളി റെഡിയായി വരുമ്പോൾ നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കും. മസാലയും കൂടെ മിക്സാക്കിയിട്ട് നമ്മുടെ പായസം കൂടെ അതിലേക്ക് ഇടും. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കൂലേ? ഇതുപോലെ വീഡിയോ. മുളക് പൊടി ഒരു 1.5 സ്പൂൺ എടുത്ത് ഈ പ്രാവശ്യം മുളക് പൊടി കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് കുറച്ച് എടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഗരം മസാല പിന്നെ ഒരു kg പാകമായിട്ടൊരു ചെറിയ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇനി ഞാൻ ഫുള്ളാക്കുമ്പോൾ ടൈം കുറേ ആവും. അപ്പോൾ നിങ്ങളിതൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കിയിട്ടോ. വീഡിയോ അല്ല, ഫുഡ് ഒക്കെ മാറിപ്പോകുന്നു സംസാരം. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. പാത്രം അവസ്ഥ വേസ്റ്റുകളൊക്കെ പുലർച്ചെ കൊണ്ടുപോയി റെഡിയാക്കണം. അതുണ്ടോ പാത്രങ്ങളൊക്കെ ഒരു വൈക്കി, പാത്രങ്ങളൊക്കെ ഒരു വൈക്കി ഒക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം ഗൈസ്. നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഞാൻ ഇന്നലെ ബീഫ് വെച്ചപ്പോൾ റെഡിയാക്കിയതുപോലെ അത് നല്ലപോലെ ഗ്രേവി ആയി വരുമ്പം ഈ ചിക്കൻ്റെ പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി വേവാകുമ്പം മസാല ഇട്ടിട്ട് റെഡിയാക്കിയതിന് ശേഷം പാർട്സും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ച് വറ്റിച്ച് എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്യാണ് കേട്ടോ. കുറേ ലെങ്ത്തിൽ വീഡിയോ ചെയ്യണം. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കളിക്കണം. അതിനൊന്നും ടൈം ഇപ്പമല്ല. ഇനി ഞാൻ ടൈമുള്ളപ്പോഴും എഡിറ്റിങ്ങൊക്കെ നടക്കുന്ന ടൈമിലൊക്കെ കറക്റ്റൊരു വീഡിയോ എല്ലാം ഉണ്ടാക്കി സെറ്റാക്കിയൊരു വീഡിയോ ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇടാം കേട്ടോ. ചിക്കൻ്റെ പാർട്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കാണാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഞാൻ ഇതൊക്കെ സെറ്റാക്കട്ടെ. ഇത് അവിടെ കിടന്നിട്ട് വേവായിക്കോളും. ഇത് നല്ലപോലെ വേവായി ഉടഞ്ഞ് തക്കാളിയും ഇതിൻ്റെ അകത്തിട്ട സവാളയും എല്ലാം കൂടെ മിക്സായി നല്ല കുഴമ്പ് രൂപത്തിലാവുമ്പോഴേ ഈ പാർട്സിനെ ഞാൻ അതിലേക്ക് ഇടുള്ളൂ. അപ്പോൾ അതങ്ങനെ ആയി കിട്ടാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുവരെ നിങ്ങളും വെയിറ്റ് ചെയ്യണ്ട, ഞാനും വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ചെയ്യാം. അപ്പം ടാറ്റ ബൈ ബൈ. വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ.